ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. 2014 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയതോടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും യോഗയെത്തി. ഇപ്പോഴിതാ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പേരാണ് ഇത് അഭ്യസിക്കുന്നത്. അത്തരത്തിൽ കുഞ്ഞിലേ മുതൽ യോഗ അഭ്യസിച്ചു തുടങ്ങിയ ഇന്ന് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വരെ തിളങ്ങി നിൽക്കുന്ന ഒരു മിടുക്കിയാണ് നമ്മളോടൊപ്പം, ഹുസ്ന കരീം. പ്രതിസന്ധികളിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇന്ന് അവൾ ഒരു താരമാണ്. നമുക്ക് ഹുസ്നയുടെ വിശേഷങ്ങൾ അറിയാം, പുതിയ മത്സരങ്ങളെക്കുറിച്ചറിയാം, എന്താണ് യോഗയുടെ പ്രാധാന്യം എന്നും അറിയാം. നമസ്കാരം ഹുസ്ന. ആദ്യമായിട്ടാണ് ഒരു യോഗ, സ്പോർട്സ് യോഗ ഡാൻസ് എന്നുള്ളതൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇനമാണ് ഒരു നാഷണൽ ചാമ്പ്യൻ. എന്താണ് ശരിക്കും സ്പോർട്സ് യോഗ എന്ന് പറയുന്നത്? സാധാ യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബെനിഫിറ്റ് ആയിട്ട് ചെയ്യണ പരിപാടി, ഈ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമാസ്, ബേസിക് ആസനാസ്, അതൊക്കെ പെടുന്നതാണ് ഈ സാധാ യോഗ. ബട്ട് സ്പോർട്സ് യോഗ എന്ന് നമ്മൾ പ്രത്യേകിച്ച് വിശേഷണമൊന്നുമില്ല. യോഗ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് സ്പോർട്സ് യോഗ കോമ്പറ്റീഷൻ എന്ന് പറയാറില്ല, സാധാ യോഗ കോമ്പറ്റീഷൻ എല്ലാവരും പറയാറ്. ഈ ആ ആസനയിൽ തന്നെ പരമാവധി കോംപ്ലിക്കേഷൻസ് വരുത്തി നമുക്ക് ഈ ബ്രീത്തിങ്ങും ബാലൻസിങ്ങും ഫോക്കസും എല്ലാം ഒരേ ബാലൻസിലാക്കി നമ്മൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ മാക്സിമം ചെയ്യണതാണ് ആ ഒരു സ്പോർട്സ് യോഗയായിട്ട് ഇപ്പോൾ ഒരു കൺസിഡറേഷൻ വന്നേക്കണത്. അല്ലാതെ നമ്മളാരും അതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാറൊന്നുമില്ല. സ്പോർട്സ് സാധാരണ യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു എക്സസൈസ് പോലെ തന്നെ ജിമ്മിന്റെ മറ്റൊരു വേർഷൻ കാണിക്കുന്നതാണ്. ആരോട് യോഗ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലും അവർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. ഈ നമ്മുടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കാണുമ്പോഴാണ് ഇപ്പം ചോദിച്ചു വരുന്നത്. മുന്നേ അതുണ്ടായില്ല, ഇപ്പോഴാണ് പിന്നെ നാലാൾ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ട്, ഇങ്ങനെ പോയ പ്രൈസ് കിട്ടും, ഇത്ര ലെവൽസ് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഒരു നാഷണൽ ചാമ്പ്യനാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പടികൾ എന്ന് പറയുന്നത്? നാഷണൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒന്നും വന്നിട്ടുള്ള നാഷണൽ ഈ മെഡൽ അതുണ്ട്. ഈ ഞാൻ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് യോഗ പഠിക്കണത്. സുശീല സാറിൻ്റെ സ്കൂളിലെ മിസ്സാണ്. ചുമ്മാ വെറുതെ പോയി ചെയ്ത് ഇഷ്ടമായി, കോമ്പറ്റീഷൻസിന് പോയി. ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നാഷണലൊന്നും എത്തില്ല. കുറേ സ്റ്റേറ്റ് പോയി, ഞാൻ കുറേ പൊട്ടിയിട്ടുണ്ട്, കുറേ ജയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നാഷണലിലേക്ക് വരണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോവാന്നൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ആ ടൈം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിള്ളേർ സാധാ നമ്മൾ ആ ടൈമിൽ ചെയ്തിരുന്ന അത് ഭയങ്കര ഓവായിരുന്നു. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ടൈമിൽ ഒന്നുമല്ല. കാരണം ഇപ്പം പിള്ളേർക്ക് ഇഷ്ടമാണ്, അറിയുക, ചെയ്യാൻ കുഞ്ഞിലേ തുടങ്ങുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ കൊടുക്കുന്നത് എനിക്കിപ്പോഴും കിട്ടാത്ത കുറേ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച് കൊടുക്കണം പിള്ളേർക്ക്, എനിക്ക് കിട്ടാത്തതായിരിക്കും ഞാൻ കൂടുതലും പറഞ്ഞു കൊടുക്കണം. നല്ല കഴിവുണ്ടാവും പിള്ളേർക്ക്, പക്ഷെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ഒരു വശം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മ പറഞ്ഞ് ആ പിള്ളേർക്ക് ആ പെർഫെക്ഷൻ വരുത്തിയിട്ട് അവർ ജയിക്കുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ. ഇപ്പോൾ എന്താണ് ഇതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്? സാധാരണ യോഗ നിന്ന് ഇതിലേക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. യോഗ ഓൾവേസ് യോഗ. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നും. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സ്പോർട്സ് യോഗ എന്ന് വെച്ചാൽ ഇപ്പം അത് സ്പോർട്സ് ആയിട്ട് പറയണത് എന്താ വെച്ചാൽ കോളേജുകളിൽ സ്പോർട്സ് കോട്ട് അഡ്മിഷനിൽ യോഗ ചാമ്പ്യൻഷിപ്പിന് പോയ പിള്ളേർക്ക് കയറാൻ പറ്റും. അത് 2-3 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ആണ് തീർച്ചയായിട്ടും പണ്ടത്തെ ഇതിൽ നിന്നും വ്യത്യാസമായി നോക്കും. കാരണം ഈ എത്ര ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരായാലും ബാസ്കറ്റ്ബോൾ കളിക്കുന്ന പിള്ളേരായാലും എത്താറില്ല. നല്ല കഴിവുണ്ടാവും, എന്നാലും എവിടെയെങ്കിലൊക്കെ ഒരു ഇത് വന്നിട്ട് ചിലപ്പോൾ അവർക്ക് ആ സ്പോർട്സ് കോട്ട ഡിസ്ട്രിക്ട്, ഞാൻ നാഷണൽ സർട്ടിഫിക്കറ്റ് ഇവിടെ കയറിയത്, കോളേജിൽ കയറിയത്, അതും യോഗയുടേത്. അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും യോഗയോ അങ്ങനെ ഒരു ചോദ്യം. ഇപ്പോൾ ചേച്ചി ചോദിച്ചാൽ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് യോഗയോ. ശരിക്കും നമ്മുടെ ഒരു കഴിവ് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്.